എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 26 ഭൗതിക പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഭഗവാൻ കപില വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ഭാഗത്തിൽ അദ്ദേഹം ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതിനുശേഷം പുരുഷൻ ആര്, പ്രകൃതി എന്നാൽ എന്ത്, അവയെക്കുറിച്ച് വെവ്വേറെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ട് സാഖ്യതത്വം, ആ 24 തത്വങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അതായത് ആദ്യത്തെ 5 സ്ഥൂലമായിട്ടുള്ള 10 ഇന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ ആന്തരിക ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ള 4 എണ്ണം. മറ്റേത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അപ്പോൾ 14. പിന്നെ പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ, അങ്ങനെ നമ്മൾ ആ 10 എണ്ണം, അപ്പം 5 പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും, ഇങ്ങനെയുള്ള ഈ ഈ 24 തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം 25ാമത്തെ തത്വമായിട്ട് കാലസ്വരൂപനായി ഭഗവാനും കൂടി ചേരുന്നു. അങ്ങനെ 25 തത്വങ്ങൾ, ഇതിനെയാണ് സാഖ്യ ഫിലോസഫി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഭാരത സംസ്കാരത്തിലെ നമ്മുടെ ഋഷിവര്യന്മാർ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് ഇതിനെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കിയിരിക്കുന്നത്, കണ്ടിട്ടുള്ളത്, എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കപില മഹർഷി പ്രത്യേകം പറയുന്നുണ്ട്, എന്നാണ് എൻ്റെ അഭിപ്രായം, ഓരോന്ന് പറയുമ്പോഴും എൻ്റെ സാഖ്യതത്വപ്രകാരം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ ശ്രീബുദ്ധൻ്റെ തത്വം, അദ്ദേഹം പറയുന്ന അദ്വൈത വേദത്തെ വിമർശിക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കുന്നവരുണ്ട്, അതല്ല എന്ന് പറഞ്ഞ് മറ്റൊരു മാർഗം പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടേതായ രീതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ മഹർഷി ഇവിടെ, കപില മഹർഷി ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നും പറയുന്നത്. അങ്ങനെ 25 തത്വങ്ങളാകുന്ന ആ സാഖ്യ തത്വത്തെ പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി 19ാമത്തെ ശ്ലോകം. അതായത് ഈ 25 തത്വങ്ങളിലെ ഓരോന്നിനെ കുറിച്ചും പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. ദൈവ ക്ഷുഭിത ധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപുമാൻ ആദത്ത വീര്യം സ അസൂത മഹത്തത്വം ഹിരൺമയം. ദൈവാത് ക്ഷുഭിത ധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരഹ പുമാൻ ആദത്ത വീര്യം സ അസൂത മഹത്തത്വം ഹിരൺമയം. ദൈവാത്, അതായത് ആ ഭഗവാന്റെ, ഇനി ഈ തത്വങ്ങളെക്കുറിച്ചാണല്ലോ ഇനി പറയാൻ പോകുന്നത്. അതായത് 24 തത്വങ്ങളെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് ഇനി പറയാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അതിലൂടെ, അതാണ് പറയുന്നത്. ദൈവാത്, അതായത് ആ ഭഗവാൻ ഇച്ഛിച്ചപ്പോൾ, ഭഗവാൻ ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കല്പത്താൽ ക്ഷുഭിത ധർമ്മിണ്യാം എന്ന് വെച്ചാൽ മായയുടെ ആ സത്വരജ തമോ ഗുണങ്ങൾ സമമായി കിടന്നിരുന്ന സത്വരജ തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങൾ സമനിലയിൽ നിന്നും ക്ഷുഭിത
ഊർധ്വധർമ്മിണ്യം എന്ന് വെച്ചാൽ അതിൻ്റെ തോതിലെ വ്യതിയാനം സംഭവിച്ചു. സത്വഗുണം കൂടി, രജോ ഗുണം കുറഞ്ഞു, തമോ ഗുണം കൂടി കുറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ തോതിൽ സമനിലയിൽ നിന്നും ഇതിൻ്റെ തോതിൽ വ്യതിയാനം വന്നു. വ്യതിയാനം വരാൻ കാരണം ഭഗവാൻ പുരുഷൻ ഇച്ഛിക്കുകയാണ്. ഇച്ഛിച്ചപ്പോൾ പ്രകൃതിയിലെ മായയുടെ സ്വഭാവമായ ത്രിഗുണങ്ങളുടെ തോതിൽ സമനിലയിൽ നിന്നെടുത്ത് നിന്നും അതിന് വ്യതിയാനം വന്നപ്പോൾ സ്വസ്യാം യോനൗ എന്ന് വെച്ചാൽ സ്വസ്യാം എന്ന് വെച്ചാൽ തൻ്റെ തന്നെ ഭാഗമായി നിന്നിരുന്ന ആ ഭൗതിക പ്രകൃതിയുടെ യോനൗ ആ ഗർഭത്തിലേക്ക് പരഹപുമാൻ ആ പരമായിട്ടുള്ള ആ പുരുഷൻ ആ ഭഗവാൻ വീര്യം സ്വന്തം വീര്യത്തെ ആദത്ത. വീര്യം എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ആ ആന്തരിക ശക്തിയെ, ഭഗവാന്റെ ആ സങ്കല്പത്തെ, ആ ശക്തിയെ ആദത്ത പ്രകൃതിയിലേക്ക് അതിനെ നിക്ഷേപിച്ചപ്പോൾ അവൾ ആ പ്രകൃതി അസൂത എന്ന് വെച്ചാൽ പ്രസവിച്ചു. മഹത്തത്വം ഹിരൺമയം, സ്വർണ്ണ നിറമാർന്ന ഹിരൺമയമായ തേജോമയമായ മഹത്തത്വത്തെ പ്രസവിച്ചു എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായത് മഹത്തത്വമാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആദ്യം പ്രകൃതിയിലെ ഈ മായയിൽ നിന്നാണ് കേട്ടോ. ഇതൊക്കെ മഹത്തത്വം മുതൽ മായയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം മായ ഇളകിയിട്ട് ത്രിഗുണങ്ങളുടെ വ്യതിയാനത്തിൽ നിന്നും ആദ്യം ആ പ്രകൃതിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് മഹത്തത്വം. മനസ്സിലായ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ ഒരിക്കൽ പല പ്രാവശ്യം നമ്മൾ ഭാഗവതത്തിൽ ഇത് പഠിച്ചതാണ്, ഒന്നും കൂടി മനസ്സിലാക്കുന്നു. കപില മഹർഷിയുടെ അഭിപ്രായത്തിൽ അപ്പോൾ ആ ഭഗവാൻ സങ്കല്പിച്ചപ്പോൾ, ഭഗവാന്റെ സങ്കല്പം വന്നപ്പോൾ ആ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തിയുടെ മായയിലെ സത്വരജതമോ ഗുണങ്ങൾക്ക് ഇളക്കം തട്ടിയപ്പോൾ ആ ഭഗവാനോട് കൂടി ലയിച്ചിരിക്കുന്ന സ്വന്തം ദേവീ ശക്തിയായ പ്രകൃതിയുടെ ഗർഭത്തിലേക്ക് ആ പുരുഷൻ തൻ്റെ ആഗ്രഹത്തെ, തൻ്റെ ആന്തരിക ശക്തിയെ നിക്ഷേപിച്ചപ്പോൾ ആ പ്രകൃതി ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ആ നിക്ഷേപിച്ചതിൽ നിന്നും പുരുഷൻ ഇച്ഛിച്ചു, അത് പ്രകൃതിയിലേക്ക് കൊടുത്തപ്പോൾ പ്രകൃതിയിൽ നിന്നും ആദ്യം ഉണ്ടായത് മഹത്തത്വമാണ്. അങ്ങനെ മഹത്തത്വത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ മഹത്തത്വം ഉണ്ടായി എന്ന് പറയുന്നത്. ഇനി ഈ മഹത്തത്വം അത് എന്താണ് എന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 20. വിശ്വം ആത്മഗതം വ്യഞ്ജൻ കൂടസ്ഥഃ ജഗത് അങ്കുരഃ സ്വതേജസഃ അബീബത് തീവ്ര ആത്മപ്രസ്വാപനം തമഃ. വിശ്വം ആത്മഗതം വ്യഞ്ജൻ കൂടസ്ഥഃ ജഗതങ്കുരഃ സ്വതേജസ അബീബത് തീവ്ര ആത്മപ്രസ്വാപനം തമഃ. വിശ്വം, ഈ വിശ്വപ്രപഞ്ചം ഉണ്ടല്ലോ, ഇത് കൂടസ്ഥഃ എന്ന് വെച്ചാൽ ഒരു മാറ്റമില്ലാതെ സ്ഥിരമായി നിൽക്കുന്നതും, ജഗതങ്കുര ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവത്തിന് കാരണഭൂതമായ ആ ഒരു ഭഗവാന്റെ വീര്യം ഉണ്ടല്ലോ, ആ ഒരു വീര്യം, അതിൽ നിന്നും ഉണ്ടായ ഈ മഹത്തത്വം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ മഹത്തത്വം സ്വതേജസ, അതിൻ്റെ തേജസ് കൊണ്ട്, അബീബത് തീവ്രമായ ആ തേജസ്സിനാൽ, ആത്മപ്രസ്വാപനം തമഹ, ആത്മപ്രസ്വാപനം ഈ മഹത്തത്വം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന അവിടെ ആവരണം ചെയ്യപ്പെട്ട്, പ്രസ്വാപനം എന്ന് വെച്ചാൽ അവിടെ ആവരണം ചെയ്യപ്പെട്ട് കിടന്നിരുന്ന തമഹ ഇരുട്ട്, അന്ധകാരത്തെ അബീബത്ത് എന്ന് വെച്ചാൽ വിഴുങ്ങിക്കളഞ്ഞു എന്ന്, ഇല്ലാതാക്കി കളഞ്ഞു എന്ന്. അപ്പം ആ പ്രകൃതിയിൽ നിന്നും ആദ്യം, മായയിൽ നിന്നും ആദ്യം മഹത്തത്വം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സ്ഥിരമായതും ശാശ്വതമായി മാറ്റമില്ലാതെ നിൽക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് കാരണവുമായി തീർന്ന ആത്മഗതം വിശ്വം, അതായത് ആത്മഗതം എന്ന് വെച്ചാൽ ഈ മഹത്വത്വം, ആത്മഗതം എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ വീര്യത്തിൽ നിന്നുണ്ടായ ഈ മഹത്വത്വം, വിശ്വം എന്ന് വെച്ചാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവത്തിന് കാരണമായി തീർന്ന ആ മഹത്വത്വം ഉണ്ടായപ്പോൾ, അത് ഉണ്ടാകുന്നതിന് മുൻപ് എല്ലായിടത്തും ഒരു അന്ധകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹത്തത്വം വരുന്നതിന് മുൻപുണ്ടായിരുന്ന മുഴുവൻ അന്ധകാരത്തെയും ഇരുട്ടിനെയും അത് വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേജസ്സിനാൽ, ഹിരൺമയമായിരുന്നു മഹത്തത്വം എന്ന് പറയുന്നില്ലേ, ആ മഹത്തത്വത്തിൻ്റെ തേജസ്സിനാൽ ആ അന്ധകാരത്തെ പൂർണ്ണമായും അത് ഇല്ലാതാക്കി കളഞ്ഞു എന്ന്. അപ്പോൾ ഇന്നലെ ഗംഗ ചോദിച്ചതുപോലെ, അപ്പോൾ ഈ മഹത്തത്വത്തിന് എന്താ തേജസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരമാണ് മഹത്തത്വം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. മനസ്സിലായി? അപ്പോൾ ഒരു മഹത്തത്വം ഉണ്ടായി പ്രകൃതിയിൽ മായയിൽ നിന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ തേജസ് കൊണ്ട് അവിടെ ആകെ ഉണ്ടായിരുന്ന അന്ധകാരം പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മഹത്തത്വത്തിന്, എങ്ങനെയാണ് ഈ തേജസ് വന്നത് എന്നല്ലേ, അതാണ് ശ്ലോകം 21 എന്താണ് മഹത്തത്വം എന്ന് മനസ്സിലാകാം.
യത് തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതഃ പദം യത് ആഹു വാസുദേവാക്യം ചിത്തം തത് മഹത് ആത്മകം. ചിത്തം തത് മഹത് ആത്മകം. യത് തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതഃ പദം യത് ആഹു വാസുദേവാക്യം ചിത്തം തത് മഹത് ആത്മകം. അപ്പോൾ യത് ഏതാണോ തത് അത് സത്വഗുണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മായയിലെ അഹങ്കാരം, അതായത് ഈ മഹത്തത്വം ഉണ്ടായത് സത്വഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ്. അതായത് സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറയില്ലേ, അതിൽ സത്വഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് മഹത്തത്വം ഉണ്ടായത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, സത്വഗുണം അതായത് സത്വഗുണാത്മകമായതും സ്വച്ഛം എന്ന് വെച്ചാൽ അത്രയ്ക്കും നിർമ്മലമായതും പരിശുദ്ധമായതും ശാന്തം ഏറ്റവും ശാന്തമായിരിക്കുന്നതും ഭഗവതഃ പദം, അങ്ങനെയുള്ള ഭഗവാന്റെ ആ പദം, ആ പ്രകൃതിയുടെ ഏറ്റവും പരമപദം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് ആദ്യം ഉണ്ടായത് മഹത്തത്വമാണ്. അപ്പൊ പ്രകൃതിയെ അറിയുമ്പോൾ ഏറ്റവും അവസാനമായി അറിയേണ്ട അതിൻ്റെ മൂലം പരമപദം എന്ന് പറയുന്നത് മഹത്തത്വമാണ്. അതാണ് ഭഗവതഃ പദം. ആ ഭഗവാന്റെ പരമപദമായതും ശാന്തമായതും നിർമ്മലമായതും സത്വഗുണാത്മകമായിട്ടുള്ളത് യത് ഏതാണോ തത് അതിനെ യത് ആഹു വാസുദേവാക്യം. ആ മഹത്തത്വത്തിനെ വാസുദേവാക്യം എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ആ മഹത്തത്വത്തിൻ്റെ അധിപൻ, അതിനെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ അതീതൻ, അതിൻ്റെ എന്താ പറയുക നിയന്താവായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് വാസുദേവനാണ്. അപ്പോൾ വാസുദേവാക്യം എന്ന് ആ മഹത്തത്വത്തെ വിളിക്കുന്നു. അതിൻ്റെ അധിപൻ വാസുദേവനാണ്. ഇനിയാണ് പറയുന്നത് ഈ മഹത്തത്വം എന്നാൽ ചിത്തം. ചിത്തം എന്ന് പറയുന്നത് അവബോധം. അപ്പോൾ ആ ജ്ഞാനമാണ്, ആ അവബോധമാണ് മഹത്തത്വം എന്ന്. അതുകൊണ്ടാണ് അത് പ്രകാശിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത്. ആ പ്രകാശത്താൽ എല്ലാ അന്ധകാരവും ഇല്ലാതായി എന്ന് കേട്ടോ. അപ്പോൾ ജ്ഞാനം, അവബോധം എന്ന് പറയുന്ന ജ്ഞാനം, ആ നോളജിനെ ഒരു പ്രകാശമായിട്ടാണ് അവിടെ ഉപമിക്കുന്നത്. അപ്പൊ അറിവിന്റെ പ്രകാശത്താൽ അന്ധകാരം പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മഹത്തത്വം എന്ന് പറയുന്നത് ചിത്തമാണ്, അവബോധമാണ്. തത് മഹത് ആത്മകം, അതാണ് മഹത്തത്വ രൂപമായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലായ. അപ്പോൾ മഹത്തത്വത്തിൻ്റെ ലക്ഷണം, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സത്വഗുണാത്മകമാണ്. മായ ഇളകിയപ്പോൾ, ത്രിഗുണങ്ങൾ ഇളകിയപ്പോൾ സത്വഗുണം കൂടി നിൽക്കുന്നതിലാണ് മഹത്തത്വം ഉണ്ടായത്. ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും, അത് കലർപ്പില്ലാത്തതാണ്, നിർമ്മലവും പരമമായ ശാന്തമായതും ഭഗവാന്റെ പരമപദവുമായിട്ടുള്ള ഈ മഹത്തത്വം എന്ന് പറയുന്നത്, ഈ മഹത്തത്വം എന്ന് പറയുന്നത് അവബോധമാണ്, ചിത്തമാണ്. അതാണ് മഹത്തത്വ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ വാസുദേവനാണ്. അതുകൊണ്ട് ഈ മഹത്തത്വത്തെ വാസുദേവാക്യം എന്ന് പറയുന്നു. അപ്പം മഹത്തത്വം എന്താണെന്ന് മനസ്സിലായില്ലേ? ആ അവബോധമാണ്, ഞാൻ ആര് എന്നുള്ള അവബോധമാണ് ആ മഹത്തത്വം എന്ന് പറയുന്നത്. അത് പരിശുദ്ധമാണ്, നിർമ്മലമാണ്, അത് സത്വഗുണാത്മകവുമാണ്, അത് ശാന്തവുമാണ്, പരമപദവുമാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത്. അത് എന്ന് വെച്ചാൽ അത് അവബോധമാണ്. അതിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ വാസുദേവനാണ് എന്നും പറഞ്ഞു തന്നു. ഇനി പറയുന്നത് ഈ മഹത്തത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഈ മഹത്തത്വം എന്ന് പറഞ്ഞു. മഹത്തത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് ഇനി പറയുന്നത്. സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം ഇതി ചേതസ വൃത്തിഭിഃ ലക്ഷണം പ്രോക്തം യഥാ ആപം പ്രകൃതിഃ പരഃ. സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം ഇതി ചേതസഃ വൃത്തിഭിഃ ലക്ഷണം പ്രോക്തം യഥാ ആപം പ്രകൃതിഃ പരഃ. സ്വച്ഛത്വം എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും പരിശുദ്ധമായത്, നിർമ്മലമായതും. അവികാരിത്വം എന്ന് വെച്ചാൽ വികാരങ്ങളൊന്നുമില്ലാത്തത്, അതായത് വികാര വിക്ഷേപങ്ങൾ എന്ന് വെച്ചാൽ ഇളക്കമില്ലാത്തത്, കുറെ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു, അസ്വസ്ഥതകളൊന്നുമില്ലാത്തത്. ശാന്തത്വം, പരമശാന്തം, പ്രശാന്തമായിട്ടുള്ളത്. ഇതി ചേതസ, ഇപ്രകാരമുള്ള അവബോധം, അങ്ങനെയുള്ള അവബോധത്തെ അതാണ് വൃത്തിഭിഃ ലക്ഷണം പ്രോക്തം, അതാണ് ഈ മഹത്തത്വത്തിൻ്റെ വൃത്തിഭിഃ എന്ന് വെച്ചാൽ പ്രവൃത്തികളുടെ ലക്ഷണമായിട്ട് പ്രോക്തം പറയപ്പെടുന്നത്. ഇനി അതിനൊരു ഉദാഹരണം പറയാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ. യഥാ ഏതുപോലെ, ആപാം എന്ന് വെച്ചാൽ ജലം, പ്രകൃതി ജലത്തിൻ്റെ പ്രകൃതി എന്ന് വെച്ചാൽ സ്വഭാവം, പര
ജലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പര എന്ന് പറഞ്ഞാൽ ശുദ്ധമാണ്. ജലം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തതാണ്, ഏറ്റവും ശുദ്ധമാണ് അത്. അതുപോലെയാണ് മഹത്തത്വം. അപ്പൊ ഏറ്റവും ശുദ്ധമായ ജലം ഏതായിരിക്കും? കിണർ വെള്ളമോ കടൽ വെള്ളമോ കായലിലെ വെള്ളമോ? ഇതൊന്നുമല്ല, മഴവെള്ളം. ഏറ്റവും ശുദ്ധമായതെന്ന് പറഞ്ഞാൽ ആ മഴത്തുള്ളിയാണ് അല്ലേ, ആ ശൂന്യതയിൽ വരുന്ന മഴത്തുള്ളി. അത് ഇവിടെ വന്ന് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് അതിൽ കലർപ്പ് വരുന്നത്. ആ മഴത്തുള്ളിയാണ് ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ജലത്തിൻ്റെ ആ ഏറ്റവും ശുദ്ധമായ സ്വഭാവം എന്ന് പറയില്ലേ, അതാണ് അതുപോലെ ആ മഴത്തുള്ളി പോലെയാണ് മഹത്തത്വം, ഏറ്റവും പരിശുദ്ധമായത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതൊക്കെ കലർപ്പ് വരുന്നതാണ്. അപ്പൊ മഹത്തത്വം എന്ന് പറയുന്നത് ജലത്തിൽ പല വിധത്തിൽ, കായലിലുണ്ട്, കടലിലുണ്ട്, കിണറിലുണ്ട്, ഒക്കെ വെള്ളം കാണാം. പക്ഷെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാന്ന് ചോദിച്ചാൽ മഴത്തുള്ളിയാണ്, ഈ ശൂന്യതയിലൂടെ വരുന്ന മഴത്തുള്ളി എന്ന് പറയുന്നത് പോലെ മായയിൽ നിന്നുണ്ടായതെല്ലാം കലർപ്പുള്ളതാണെങ്കിലും അതിൽ ഏറ്റവും ശുദ്ധമായതും നിർമ്മലമായതും ഏറ്റവും ശാന്തമായതും ഏറ്റവും മറ്റൊരു അസ്വസ്ഥതകളും വികാരങ്ങളും ഇല്ലാത്തതുമായിട്ടുള്ളത് എന്ന് പറയുന്നത് മഹത്തത്വം മാത്രമാണ്. അതാണ് മഹത്തത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ മഹത്തത്വത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ വാസുദേവനാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, അത് ഏറ്റവും ശുദ്ധമാണെന്നും പറഞ്ഞു തന്നു. ഇനി ഈ മഹത്തത്വത്തിന് ഇളക്കം തട്ടുമ്പോൾ ഇതിൽ നിന്ന് രണ്ടാമതുണ്ടാകുന്നത് എന്താണെന്ന് നമുക്കറിയാം, അഹങ്കാര തത്വം. അതാണ് ഇനി നമ്മൾ 23ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. മഹത്തത്വാത് വികുർവാണാത് ഭഗവത് വീര്യ സംഭവാത് ക്രിയാശക്തി അഹങ്കാര ത്രിവിധ സമപദ്ധ്യത. നമുക്കറിയാവുന്നതാണ് അല്ലെ, ഭഗവത് വീര്യ സംഭവാത്, ഭഗവാന്റെ വീര്യത്തിൽ നിന്നും ഉദ്ഭവിച്ച ആ മഹത്തത്വം, ആ മഹത്തത്വത്തിനെ വികുർവാണാത്, അതിന് ചെറിയ ഇളക്കം തട്ടി, ആ മഹത്തത്വത്തിന് മാറ്റം സംഭവിച്ചപ്പോൾ ക്രിയാശക്തി, കർമ്മം ചെയ്യാനുള്ള ശക്തിയെ നൽകുന്ന അഹങ്കാരം ത്രിവിധ, മൂന്നായിട്ട് സമപദ്ധ്യത ഉണ്ടായി, 3 അഹങ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ആ സങ്കല്പമാകുന്ന ആ വീര്യത്തിൽ നിന്ന്, ആ ശക്തിയാകുന്ന വീര്യത്തിൽ നിന്നും ഉദ്ഭവിച്ച മഹത്തത്വത്തിന് രൂപാന്തരം സംഭവിച്ചപ്പോൾ അതിൽ നിന്നും ക്രിയാശക്തിയെ വർദ്ധിപ്പിക്കുന്ന, കർമ്മം ചെയ്യാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്ന, അപ്പൊ ഈ മഹത്തത്വം എന്താണെന്ന് മനസ്സിലായില്ലേ, അവബോധം, ചിത്തം. ഇനി അതിൽ കർമ്മം ചെയ്യാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്ന അഹങ്കാരം ഉണ്ടായപ്പോൾ ഇത് 3 വിധത്തിലുള്ള അഹങ്കാരമാണ് ഉണ്ടായത്. 3 വിധത്തിലുള്ള അഹങ്കാരം അതിൽ നിന്നുണ്ടായി. അത് ഏതാണെന്ന് നമുക്കറിയാം, സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം. അതാണ് 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വൈകാരികഃ തൈജസഃ ച താമസഃ ച യദോ ഭവഃ മാനസഃ ച ഇന്ദ്രിയാണാം ച ഭൂതാനാം മഹതാം അഭി. ഇപ്പൊ വൈകാരികഃ എന്ന് വെച്ചാൽ സാത്വികമായ അഹങ്കാരം, തൈജസഃ ച രാജസികമായ അഹങ്കാരം, താമസഃ ച താമസികമായ അഹങ്കാരം, യദോ ഭവഃ, ഈ 3 അഹങ്കാരത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് എന്തൊക്കെ? സാത്വികം, രാജസികം, താമസികമായ 3 അഹങ്കാരത്തിൽ നിന്നും ഭവഃ ഉദ്ഭവിച്ചതാണ് മനസഃ ച മനസ്സ്, ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾ, ച ഭൂതാനാം മഹതാം അഭി, മഹത്തായിട്ടുള്ള ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളെല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ അഹങ്കാര തത്വം ഉണ്ടായി. അപ്പം നമ്മൾ നേരത്തെ കപില മഹർഷി നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 24 തത്വങ്ങളിൽ ആന്തരികമായ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇത് 4 എണ്ണല്ലേ. ഇതിൽ ചിത്തമാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത് എന്ന് ഇപ്പൊ പറഞ്ഞു. ഇനി ഈ മഹത്തത്വത്തിന് രൂപാന്തരം സംഭവിച്ചപ്പോൾ അതിൽ നിന്നും അഹങ്കാരം, അപ്പൊ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തത്തിൽ ചിത്തം പറഞ്ഞു, അത് മഹത്തത്വം. അഹങ്കാരമാണ് രണ്ടാമത്തത്. ആ ആന്തരിക ഇന്ദ്രിയങ്ങൾ കേട്ടാ, സൂക്ഷ്മേന്ദ്രിയങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ അഹങ്കാര തത്വം ഉണ്ടായി. ഈ അഹങ്കാര തത്വം തന്നെ 3 വിധത്തിലാണ് ഉണ്ടായത്, താമസികവും രാജസികവും സാത്വികവുമായ അഹങ്കാരം. ഈ 3 വിധത്തിലുള്ള അഹങ്കാര തത്വത്തിൽ നിന്നാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇവയെല്ലാം ഉണ്ടായത്. ഇത്രയാണ് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ചുള്ള അഹങ്കാര തത്വം ഉണ്ടായി. ഇനി അഹങ്കാര തത്വത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവനാര്? മനസ്സ്, ചിത്തത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ, അല്ലെങ്കിൽ മഹത്തത്വത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ വാസുദേവൻ. ഇനി അഹങ്കാര തത്വത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ ആരാണെന്നാണ് പറയുന്നത്. സഹസ്രശിരസം, 1000 ശിരസ്, സാക്ഷാൽ യം
ആ അഹങ്കാര തത്വത്തിൻ്റെ അനന്തം അധിപനായിട്ടുള്ള ദേവൻ അനന്തനാണെന്ന് പ്രജക്ഷതേ പറയപ്പെടുന്നു എന്ന്. അപ്പോൾ ആരാണ്? 1000 ശിരസ്സുള്ള അനന്തനാണ് ഈ അഹങ്കാര തത്വത്തിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ എന്ന് പറയപ്പെടുന്നു. ആ അനന്തനെ സംഘർഷണാക്കാം, സംഘർഷണൻ എന്നാണ് പുരുഷൻ, ആ പുരുഷനെ വിളിക്കുന്നത്. ആ പുരുഷനാണ് ഭൂത ഇന്ദ്രിയ മനഃമയം, ഭൂതേന്ദ്രിയ മനോമയം. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ആ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയെല്ലാം ഉൾപ്പെടുന്ന, ഇവയെല്ലാം ഈ അഹങ്കാരത്തിൽ നിന്നല്ലേ ഉണ്ടായത്. ഈ 3 വിധ അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. ഇവയെല്ലാം ഉൾപ്പെടുന്ന അഹങ്കാര തത്വത്തിൻ്റെ അധിപനായിരിക്കുന്ന ദേവൻ ആ ഭഗവാൻ സംഘർഷണമൂർത്തിയാണ്. എന്ന് വെച്ചാൽ 1000 ശിരസ്സുള്ള അനന്തനെയാണ് സംഘർഷണമൂർത്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സംഘർഷണമൂർത്തിയാണ് ഈ അഹങ്കാര തത്വത്തിൻ്റെ അധിപൻ. ഇതിൽ നിന്നാണ് മനസ്സ്, ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഉണ്ടായത്. ഇനി അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം എന്താണ്? ആ അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണമാണ് ഇനി പറയുന്നത്. ശ്ലോകം 26. അറിയാലോ, കർമ്മം ചെയ്യാനുള്ള ശക്തിയെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. മഹത്തത്വത്തിൽ നിന്നും രൂപാന്തരം സംഭവിച്ചപ്പോൾ കർമ്മം ചെയ്യാനുള്ള ശക്തി വർദ്ധിച്ചു എന്ന്. അപ്പോഴാണ് അഹങ്കാര തത്വം ഉണ്ടായത്. അപ്പോൾ അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ എന്തായിരിക്കും? കർത്തൃത്വം, കരണത്വം ച കാര്യത്വം ച ഇതി ലക്ഷണം ശാന്ത ഘോര വിമൂഢത്വം ഇതി വാ സ്യാദ് അഹം കൃതേഹേ. അപ്പൊ എന്താണ് കർത്തൃത്വം? കർത്തൃത്വം എന്ന് വെച്ചാൽ എന്താണ്? കർത്താവ് ഞാനാണ് എന്ന ഭാവം, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ അവിടെ ഉണ്ടായി. ആദ്യം അവബോധമായിരുന്നു, ഒരു അവബോധം. ആ അവബോധത്തിൽ ചിത്തം, അതിൽ നിന്നും ഞാനാണ് എല്ലാത്തും ചെയ്യുന്നത്, എന്നിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത് എന്നൊരു വ്യക്തിബോധം അവിടെ, കർത്തൃത്വബോധം അവിടെ ഉണ്ടായി. അതാണ് അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം. അപ്പം ആ കർത്തൃത്വം, പിന്നെ കരണത്വം, ഞാനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, അത് ചെയ്യാൻ കരണങ്ങൾ, എന്താ കരചരണങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ വേണം. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതും ഉണ്ടായി. ഇനി കാര്യത്വം, അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്ന കർത്താവ് വന്നു. കർമ്മം ചെയ്യാനുള്ള പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നും ഉണ്ടാകുന്നത് എന്താ? കാര്യങ്ങളാണ്. മനസ്സിലായോ? ഓരോന്നും സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചേർന്നതാണ് ഇതി ച ഇതി ലക്ഷണം. ഇതാണ് അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഞാൻ എന്നുള്ള, ഞാനാണ് കർത്താവ് എന്ന് ഒരു തോന്നൽ, ആ ഒരു മനസ്സാണ്. എല്ലാം മനസ്സിൻ്റെ തലങ്ങളാണ് പറയുന്നത്, ഏറ്റവും സൂക്ഷ്മ തലങ്ങളെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവിടെ ഉത്ഭവിച്ചപ്പോൾ ചെയ്യാനായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ആവശ്യമായി വന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ വന്നപ്പോൾ ചെയ്യാനായിട്ടുള്ള കർത്താവും അത് ചെയ്യുന്ന കരണങ്ങളും ഉണ്ടായപ്പോൾ അവിടെ ഒരു സംഭവം, കാര്യം ഉടലെടുക്കുകയാണ്. ഇതൊക്കെയാണ് അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം അത് മാത്രമല്ല, ശാന്തം, ഘോരം, വിമൂഢത്വം. 3 അഹങ്കാര തത്വം 3 വിധത്തിലാണെന്ന് പറഞ്ഞല്ലോ. സാത്വികം, രാജസികം, താമസികം. അപ്പം സാത്വിക അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ശാന്തമായ ഭാവം, ആ മനസ്സിൻ്റെ ശാന്തമായ ഭാവം. എന്നാൽ ആ മനസ്സ് രാജസിക അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് ഘോരമായ ഭാഗം, ഭയങ്കര എനർജി, ഊർജ്ജസ്വലത, ഘോരമായ ഭാവവും കാണിക്കും. എന്നാൽ ആ മനസ്സ് താമസിക അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് വിമൂഢത്വം, അതായത് ഒരു മന്ദത, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ, ഒരു മന്ദത. ഈ 3 ഭാവങ്ങളും ഇതി വാ സ്യാദ് അഹംകൃതേ, ഇതെല്ലാം അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണമാണ്. ലക്ഷണം അഹംകൃതേ എന്ന് വെച്ചാൽ ഇവയെല്ലാം അഹങ്കാര തത്വത്തിൻ്റെ സ്യാദ് എന്ന് പറഞ്ഞാൽ ആയിരിക്കാം എന്നാണ് കപിലവാസുദേവൻ പറയുന്നത്. നേരത്തെ മഹത്തത്വത്തിൽ ഇത് മഹത്തത്വത്തിൻ്റെ ലക്ഷണമാണ്. ശാന്തത, നിർമ്മലത എന്ന് പറയുന്നത് ആ ഒരു അസ്വസ്ഥതയില്ലാത്ത അവികാരിത്വം. ആ വികാരിത്വം എന്നൊക്കെ പറയുന്നത് ഒരു സ്വസ്ഥത, നല്ല സ്വസ്ഥമായ അവസ്ഥ, ശാന്തമായ അവസ്ഥ, പരിശുദ്ധമായ അവസ്ഥ, ശുദ്ധജലം പോലെ എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇവിടെ സ്യാദ് അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണം ഇതൊക്കെ ആയിരിക്കാം എന്നാണ്. സ്യാദ് എന്ന് പറയുന്നിടത്ത് പ്രത്യേകം എഴുതി വയ്ക്കാം, ആയിരിക്കാം എന്ന്. അത് ഉറപ്പിച്ച് പറയാത്തത് എന്താ? 3 അഹങ്കാര തത്വമാണ്. മഹത്തത്വത്തിന് അതില്ല, ആ വേർതിരിവില്ല. അഹങ്കാര തത്വം 3ആണ്. അപ്പം ചിലപ്പോൾ ശാന്തമായിരിക്കാം ലക്ഷണം, ചിലപ്പോൾ മന്ദതയായിരിക്കാം, ചിലപ്പോൾ ഘോരമായിരിക്കാം. 3 ഭാവങ്ങളും വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം
ഇതിലേതെങ്കിലും ആയിരിക്കാം ഈ അഹങ്കാര തത്വത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. കാരണം അത് 3 എണ്ണം ആയതുകൊണ്ടാണ് ഇതിലേതെങ്കിലും ആയിരിക്കാം എന്ന് പറയുന്നത്. ഇനി ഈ അഹങ്കാര തത്വത്തിൽ തന്നെ ആദ്യത്തെ സാത്വിക അഹങ്കാരമാണ്. അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് 27-ല്. വൈകാരികാത് വികുർവാണാത് മനഃ തത്വം അജായത യത് സങ്കല്പ വികൽപാഭ്യാം വർത്തതേ കാമസംഭവഃ. അതായത് വൈകാരികാത് സാത്വിക അഹങ്കാരം, വികുർവാണാത് സാത്വിക അഹങ്കാരത്തിന് ആ അഹങ്കാരത്തിലേക്ക് എന്ന പോലെ ഈ അഹങ്കാര തത്വത്തിന് മാറ്റം വന്നപ്പോൾ അതിൽ നിന്ന് സാത്വിക അഹങ്കാരം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മനസ്സ് എന്ന തത്വം അജായത ഉണ്ടായി. അപ്പോൾ നമ്മൾ സൂക്ഷ്മ ആ 24 തത്വങ്ങളിലെ ആന്തരിക ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനസ്സ്, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പം ചിത്തം മഹത്തത്വം, അഹങ്കാരതത്വം. പിന്നെ ഈ അഹങ്കാര തത്വത്തിലെ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സുണ്ടായത് എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ രണ്ടാമത്തത് രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് ബുദ്ധി ഉണ്ടായത്. മനസ്സിലായ? അപ്പം സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, രാജസിക അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധിയും ഉണ്ടായി. മഹത്തത്വം എന്ന് പറയുന്നത് ചിത്തവും, അഹങ്കാര തത്വം അഹങ്കാരവും. അപ്പം സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ 4 ഇങ്ങനെയാണ് ആ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പം സാത്വിക അഹങ്കാരത്തിൽ മാറ്റം സംഭവിച്ച് മനസ്സ് എന്ന തത്വം ഉണ്ടായി. ഇനി ഈ മനസ്സ് എന്ന തത്വത്തിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത്. യത് സങ്കല്പം, എല്ലാ കാര്യത്തെക്കുറിച്ചും സങ്കല്പിക്കുന്നത് മനസ്സാണ്, അല്ലേ? ശരിയാണ്. ഓരോന്നിനെക്കുറിച്ചും, ഓരോ സംഭവങ്ങളും, ഓരോ കാര്യത്തെക്കുറിച്ചും ഇപ്പം നമ്മുടെ ഈ സത്സംഗം നടക്കുമ്പോൾ പോലും ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് ചെവിയിലൂടെയാണെങ്കിലും നിങ്ങളുടെ മനസ്സാണ് അത് സങ്കല്പിക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പം അതിനെക്കുറിച്ച് സങ്കല്പങ്ങൾ ഇങ്ങനെ വരുന്നു, ധാരണകൾ വരുന്നു. അപ്പം മനസ്സാണ് എല്ലാത്തിനെക്കുറിച്ചും, ഏതൊരു വസ്തുവിനെക്കുറിച്ചും സങ്കല്പിക്കുന്നത്, ചിന്തിക്കുന്നത് മനസ്സാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ വികൽപ്പങ്ങളും ഉണ്ട്. അതായത് അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെ ചെയ്താൽ മതിയോ, ഇങ്ങനെ പോയാൽ ശരിയാവോ, എനിക്കത് കിട്ടുമോ, കിട്ടില്ലേ, ഇങ്ങനെ. അതാണ് ആ വികല്പം എന്ന് പറയുന്നത്. ശരിയാവോ, ശരിയാവില്ലേ, കിട്ടുമോ, കിട്ടില്ലേ, ഇങ്ങനെ രണ്ടിനെക്കുറിച്ചും ചിന്തിക്കുന്നത് ഈ മനസ്സാണ്. അങ്ങനെ വികൽപാഭ്യവും നടക്കുന്നു. അതുകൊണ്ട് തന്നെ വർത്തതേ സംഭവിക്കുന്നു കാമസംഭവ. ഈ മനസ്സിൽ നിന്നാണ് കാമം എന്ന് വെച്ചാൽ ആഗ്രഹം ഉദ്ഭവിച്ചതും ഈ മനസ്സിൽ നിന്നാണ്. അപ്പം സാത്വിക അഹങ്കാരത്തിൽ നിന്നുമാണ് മനസ്സ് ഉണ്ടായത്. ഈ മനസ്സാണ് ഏതൊരു വസ്തുവിനെ കുറിച്ചും ചിന്തിച്ചു കൂട്ടുന്നത്. ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വെറുതെ മാത്രമല്ല ആ ചിന്ത, ഇത് ശരിയാവോ, അത് ശരിയാവോ. ഇപ്പം നമ്മൾ ഒരു റോഡ് ഇടമുറിയാൻ നിൽക്കാം, നമ്മുടെ മനസ്സ് കടക്കണ്ടേ, നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കുന്നു. ഇപ്പോൾ കടക്കാൻ പറ്റുമോ, ദൂരേന്ന് വണ്ടി വരണം, ഇപ്പോൾ കടന്നാലോ, അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ വണ്ടി വന്നാലോ, അടുത്തെത്തിയാലോ, രണ്ടും ചിന്തിക്കും മനസ്സ്, അല്ലേ? അതാണ്. അപ്പം രണ്ടും ചിന്തിക്കുന്നത് മനസ്സാണ്. അതിനെക്കുറിച്ച് ആദ്യം തുടക്കത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് മനസ്സാണ്. മനസ്സ് പക്ഷെ തീരുമാനിക്കില്ല, 2 കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു ചിന്തിക്കുകയുള്ളൂ മനസ്സ്. ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിന്, ഉറപ്പിക്കലില്ല മനസ്സിൽ ചിന്തകൾ മാത്രമേ ഉള്ളൂ. അത് ഈ മനസ്സിൽ നിന്ന് തന്നെയാണ് കാമം, ആഗ്രഹം എന്നതും ഉണ്ടായത് എന്നും മനസ്സിലായ. അപ്പോൾ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. ഇനി ഈ മനസ്സിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ ആരാണെന്നാണ് പറയുന്നത്. ശ്ലോകം 28. യദു വിദുഹു ഹി അനിരുദ്ധാഖ്യാം ഹൃഷീകാണാം അധീശ്വരം ശാരദ എന്നീവരശ്യാമം സംരാധ്യാം യോഗിഭിഹി ശനൈഹി. യത് ആ മനസ്സിൻ്റെ, ഈ മനസ്സ് എന്ന് പറയുന്ന തത്വം, വിദു എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു. ഈ തത്വത്തിൻ്റെ അധിപൻ അനിരുദ്ധാഖ്യം, അനിരുദ്ധനാണെന്ന്. അനിരുദ്ധനാരാണ്? ഋഷികാണാം അധീശ്വരം, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിട്ടുള്ള, ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിട്ടുള്ള അനിരുദ്ധനാണ് ഈ മനസ്സ് എന്ന ഇന്ദ്രിയത്തിൻ്റെ അധിപൻ എന്ന്. അപ്പം മനസ്സിൻ്റെ അധിപൻ അനിരുദ്ധനാണ്. ഇനി ആ അനിരുദ്ധൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ശാരദ എന്നീവര ശ്യാമം, വസന്തകാലത്തെ എന്നീവരെന്ന് വെച്ചാൽ നീലത്താമരയുടെ ശ്യാമം, നീല നിറമുള്ളതാണ്. വസന്തകാലത്തെ ആ നീലത്താമരയുടെ നീല നിറമുള്ളതാണ് ആ ദേവൻ.
ഇനി അത് മാത്രമല്ല യോഗിഭിഹി, യോഗികൾക്ക് ശനൈഹി, അവർ ആ യോഗാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശനൈഹി എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ക്രമേണ സംരാധ്യം ദർശിക്കാൻ സാധിക്കുന്നതുമാണ് ഈ ദേവനെ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയും. അതാണല്ലോ പറയുന്നത്. യോഗികൾ ഇങ്ങനെ യോഗാവസ്ഥയിൽ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ അവർക്ക് സംരാധ്യം എന്ന് വെച്ചാൽ ദർശിക്കാൻ കഴിയുന്ന ശരത്കാലത്തെ ആ ഒരു വസന്തകാലത്തെ ആ ഒരു നീലത്താമരയുടെ നീല നിറമുള്ള ദേവനാണ് അനിരുദ്ധൻ. മനസ്സിൻ്റെ അധിപൻ, മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവനാണ് അനിരുദ്ധൻ. അപ്പം അതായത് മനസ്സ് യോഗികൾക്ക് ആ ദേവനെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിനെ അടക്കാൻ സാധിച്ചു എന്നർത്ഥം. മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ അത് അടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മനസ്സിൻ്റെ അധിപനായിട്ടുള്ള ദേവൻ എന്ന് പറയുന്നത് അനിരുദ്ധനാണ്. ഇനി അപ്പോൾ മനസ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിൽ അടുത്ത് വരുന്നത് ബുദ്ധിയാണ്, അല്ലെ? ബുദ്ധി രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അതാണ് 29 പറയുന്നത്. തൈജസാത് തു വികുർവാണാത് ബുദ്ധിതത്വം അഭൂത് സതിഹി ദ്രവ്യ സ്വരണ വിജ്ഞാന ഇന്ദ്രിയാണാം അനുഗ്രഹ. അതായത് തൈജസാത് വികുർവണാത്, രാജസിക അഹങ്കാരത്തിന് വികുർവണാത് രൂപാന്തരം സംഭവിച്ചപ്പോൾ ബുദ്ധിതത്വം അഭൂത് ഉണ്ടായി. സതി, അല്ലയോ ധർമ്മിഷ്ഠയായ അമ്മേ, കപില മഹർഷി വിളിക്കുകയാണ് അമ്മേ. രാജസികമായ അഹങ്കാരത്തിന് മാറ്റം രൂപാന്തരം സംഭവിച്ചപ്പോൾ അതിൽ നിന്നാണ് ബുദ്ധിതത്വം ഉണ്ടായത്. ഇനി ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. ദ്രവ്യ സ്ഫുരണ വിജ്ഞാനം. ഒരു ദ്രവ്യം, വിജ്ഞാനം എന്ന് വെച്ചാൽ ഇന്നതാണ് ആ വസ്തു എന്ന് ഉറപ്പിക്കുന്ന, സ്ഫുരിക്കുക എന്ന് വെച്ചാൽ ഉറപ്പിക്കുന്നത് ബുദ്ധിയാണ്. ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് വേണ്ട, ആപത്താണ് എന്ന് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടാൽ അത് ഇന്നതാണ് എന്ന് ഉറപ്പിക്കുന്നത് ബുദ്ധിയാണ്. അതാണ് ദ്രവ്യം. വിജ്ഞാനം എന്താണെന്ന്, വിജ്ഞാനം ആ അറിവ്, സ്ഫുരിക്കുന്നത്, ഉറപ്പിക്കുന്നത്, തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അതായത് ഇപ്പോൾ റോഡ് ഇടമുറിഞ്ഞ് കടക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കടക്കണോ കടക്കണ്ടേക്കോ, വണ്ടി ഇപ്പോൾ എത്തുമോ, എനിക്ക് കടക്കാൻ പറ്റുമോ, ഞാൻ അപ്പോഴേക്കും അവിടെ എത്തുമോ, അല്ലെങ്കിൽ അത് പോയിട്ട് കടന്നാൽ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്നത് മനസ്സാണെങ്കിൽ ബുദ്ധിയാണ് നമ്മളോട് പറയുന്നത് വേണ്ട. ആ അകലേന്ന് വരുന്ന കാറിൻ്റെ സ്പീഡ് ബുദ്ധിക്ക് അളക്കാൻ പറ്റും. ബുദ്ധിക്ക് അത്രയും കഴിവാണ്. അകലേന്ന് വരുന്ന ആ കാറിൻ്റെ സ്പീഡ് എത്രയാണ്, അതിൻ്റെ വേഗത എന്ന് ബുദ്ധിക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ബുദ്ധി പറയും വേണ്ട, ഞാൻ അവിടേക്ക് എത്തില്ല, അപ്പോഴേക്കും ആ കാർ ഇവിടെ എത്തും, അപ്പോൾ അപകടം സംഭവിക്കും, അപ്പോൾ ഇപ്പം കടക്കണ്ട എന്ന് ബുദ്ധി നിർദ്ദേശം തരുമ്പോൾ കാലം അവിടെ നിൽക്കും. ബുദ്ധി ഇനി കടന്നോ, പ്രശ്നമില്ല, ആ കാറ് വളരെ സ്ലോവിലാണെന്ന് നിർദ്ദേശം തരുമ്പോഴാണ് നമ്മുടെ കാലാകുന്ന ഇന്ദ്രിയം മുന്നോട്ട് പോകണേന്നർത്ഥം. മനസ്സിലായ? അപ്പോൾ ഡയറക്ഷൻ കിട്ടുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ബുദ്ധിയിൽ നിന്നാണ്. മനസ്സിനാണ് തുടക്കിടുക, ചിന്തിക്കുക കടക്കണോ കടക്കണ്ടേ എന്ന്. പക്ഷേ വേണ്ട, അപകടമാണ് എന്ന് പറഞ്ഞ് കാലിനെ അവിടെ നിർത്തുന്നതും, കടന്നോളൂ അത് വളരെ സ്ലോവിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് കാലിനെ മുന്നോട്ട് എടുത്തു വെക്കാൻ പ്രേരിപ്പിക്കുന്നത്, പറഞ്ഞ് കാലിനോട് അത് പറയുന്നതും തീരുമാനം എടുക്കുന്നതും ഉറപ്പിക്കുന്നത് ബുദ്ധിയാണ്. അതാണ് ദ്രവ്യസ്ഫുരണ വിജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ദ്രിയാണാം അനുഗ്രഹം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ കർമ്മം ചെയ്യാൻ സഹായിക്കുന്നത് ബുദ്ധിയാണ്, മനസ്സല്ല എന്ന് മനസ്സിലായോ? മനസ്സ് ചിന്തിക്കുകയുള്ളൂ, ബുദ്ധി തീരുമാനിച്ചിട്ട് ഇന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ്. അതാണ് ഇന്ദ്രിയാണാം അനുഗ്രഹം, ഇന്ദ്രിയങ്ങളെ സഹായിക്കുക. ഇന്ദ്രിയങ്ങളാണല്ലോ കർമ്മം ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ പൊക്കോളൂ, എടുത്തോളൂ, കണ്ണിന് ഇത് ഇന്നതാണ്, കണ്ണൊരു സാധനം കാണുന്നു, അത് ഇന്നതാണെന്ന് ബുദ്ധിയാണ് ഉറപ്പിക്കുന്നത്. കണ്ണ് ആ കാഴ്ചയെ പകർത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഓരോന്ന്. അപ്പം ഇന്ദ്രിയങ്ങളെ അങ്ങനെ സഹായിച്ച് ഓരോന്നും ഇന്ന വസ്തുവാണെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അത് രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇനി ബുദ്ധിയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്ലോകം 30. സംശയഃ അത വ്യപര്യാസഃ നിശ്ചയഃ സ്മൃതി ഏവച സ്വാവ ഇതി ഉച്യതേ ബുദ്ധേ ലക്ഷണം വൃത്തിത പൃഥക്. അപ്പോൾ ബുദ്ധിക്കുമുണ്ട് സംശയങ്ങളുണ്ട് ബുദ്ധിക്ക്. അതായത് അത് ഉറപ്പിക്കുന്നതിന് മുൻപ് ബുദ്ധി ഒന്ന് സംശയിക്കും, വേണോ വേണ്ടേ എന്ന്. ഇന്നതാണ് ആ വസ്തു, അല്ലെങ്കിൽ കടന്നോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ബുദ്ധി ഒന്ന് സംശയിക്കും, വേണോ വേണ്ടേ എന്ന് ഒന്ന് ശ്രദ്ധിക്കും ബുദ്ധി. അതാണ് പറയുന്നത് സംശയ. അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ വിപര്യാസ, തെറ്റിദ്ധാരണ.
ആ സ്പീഡ് അളക്കുന്നതിൽ ബുദ്ധിക്ക് തെറ്റ് പറ്റുമ്പോഴാണ് നടന്നോളാൻ പറയുക, കടക്കുക, അപകടം പറ്റുക. അപ്പോൾ അതിൽ തെറ്റിദ്ധാരണകൾ ചില സമയത്ത് ബുദ്ധിക്ക് സംഭവിക്കും. അപ്പോൾ തെറ്റിദ്ധാരണ സംഭവിക്കും. എന്നാൽ നിശ്ചയം, ശരിയായ ധാരണയും കറക്റ്റായിട്ടുള്ള ധാരണയും ബുദ്ധിയിൽ നിന്നാണ് വരുന്നത്. സ്മൃതി, ഓർമ്മശക്തി ബുദ്ധിയിൽ നിന്നാണ് വരുന്നത്. സ്വാബഹ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉറക്കം എന്നാണ്. ഇവിടെ നമുക്ക് മറവി എന്ന് എടുക്കാം. അപ്പോൾ മറവി എന്ന സംഭവവും ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധിയിൽ നിന്ന് തന്നെയാണ് മറന്നു പോകുന്നതും, ബുദ്ധി തന്നെയാണ് ഓർത്തെടുക്കുന്നതും. തെറ്റിദ്ധരിപ്പിച്ച് തീരുമാനിക്കുന്നതും ബുദ്ധിയാണ്. ശരിയായ കാര്യങ്ങളെ ധാരണയിലേക്ക് തീരുമാനിക്കുന്നതും ബുദ്ധി തന്നെയാണ്. അതുപോലെ സംശയിച്ച് ആദ്യം ഒന്ന് നിൽക്കുന്നതും ബുദ്ധി തന്നെയാണ്. അപ്പോൾ ബുദ്ധിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ പെടും. ഈ ചിന്തിച്ചു തുടങ്ങുന്നതും അത് വേണോ ഇത് വേണോ എന്നിങ്ങനെ വികല്പം പോലെ ചിന്തിക്കുന്നതൊക്കെ മനസ്സാണെങ്കിൽ തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. പക്ഷെ ആ തീരുമാനം ചിലപ്പോൾ തെറ്റായ രീതിയിൽ വരും, ശരിയായ രീതിയിൽ വരും. മറന്നു പോകുന്നതും ഓർത്തെടുക്കുന്നതും ബുദ്ധിയാണ്. ഇതൊക്കെയാണ് ബുദ്ധിയുടെ ലക്ഷണം. ഇതി ഉച്ചതേ ബുദ്ധേർ ലക്ഷണം വൃത്തിതാ പ്രതക്. ബുദ്ധിയുടെ പ്രവൃത്തിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്ന്, പ്രതക് എന്ന് വെച്ചാൽ വെവ്വേറെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്ന് ഉച്ചതേ പറയപ്പെടുന്നു എന്ന്. ഇനി ബുദ്ധിയുടെ അധിപനായിട്ടുള്ള ദേവൻ പ്രത്യുപ്നനാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മഹത്തത്വം അല്ലെങ്കിൽ ചിത്തത്തിൻ്റെ അധിപൻ വാസുദേവൻ, അഹങ്കാര തത്വത്തിൻ്റെ അധിപൻ സംഘർഷണമൂർത്തി, മനസ്സിൻ്റെ അധിപൻ അനിരുദ്ധനാണെങ്കിൽ ബുദ്ധിയുടെ അധിപൻ പ്രത്യുപ്നനാണ്. അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ 4 അവതാരങ്ങൾ എന്ന രീതിയിൽ വാസുദേവൻ, സംഘർഷണമൂർത്തി, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, ഈ 4 പേരാണ് ഈ 4 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെയും അധിപന്മാരായിട്ടുള്ള ദേവന്മാരായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ബുദ്ധിതത്വം വരെ എത്തി. ഇനി ബുദ്ധിതത്വത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത്? ഈ രാജസിക അഹങ്കാരത്തിൽ നിന്നും ബുദ്ധിതത്വം മാത്രമല്ല ഉണ്ടായത്, സാത്വിക അഹങ്കാരത്തിൽ നിന്നും മനസ്സാണ് ഉണ്ടായത്. പക്ഷേ രാജസിക അഹങ്കാരത്തിൽ നിന്നും ബുദ്ധിതത്വം മാത്രമല്ല ഉണ്ടായത്, ഇന്ദ്രിയങ്ങളും അതിൽ നിന്നാണ് വന്നത് അല്ലേ? അതാണ് പറയുന്നത്. തൈജസാനി ഇന്ദ്രിയാണി ഏവ ക്രിയാജ്ഞാന വിഭാഗശ പ്രാണസ്യ ഹി ക്രിയാശക്തി ബുദ്ധേഹേ വിജ്ഞാനശക്തിത. തൈജസാനി രാജസിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അതെങ്ങനെ ഇന്ദ്രിയങ്ങളാ? ക്രിയ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വിഭാഗശ 2 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളും രാജസിക അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നും. ഇനി പ്രാണസ്യ ഹി ക്രിയാശക്തി എന്ന് വെച്ചാൽ ക്രിയാശക്തി, കർമ്മം ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് പ്രാണവായുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് പ്രാണ ഊർജമാണ്, നമുക്കറിയാലോ, അതിൽ നിന്ന് കിട്ടുന്നു. ഇനി ബുദ്ധേ വിജ്ഞാന ശക്തിത, വിജ്ഞാനം, ഒരു ജ്ഞാനം നേടി, ഒരു അറിവ് നേടി അത് വിജ്ഞാനമാക്കി മാറ്റാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതിനെ വിജ്ഞാനമാക്കി മാറ്റാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ബുദ്ധിശക്തിയിൽ നിന്നാണ്. അപ്പോൾ ഈ രാജസിക അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായത്. ഇതിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്നത് പ്രാണ ഊർജമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ആ ജ്ഞാനം നേടി അത് വിജ്ഞാനമാക്കി മാറ്റാനുള്ള ശക്തി നൽകുന്നത്, ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ അതിനുള്ള ശക്തി നൽകുന്നത് ബുദ്ധിയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, കണ്ണ് ഒരു സാധനത്തെ കണ്ടു, ബുദ്ധിയാണ് അത് തീരുമാനിക്കുന്നത്, അത് ഇന്ന വസ്തുവാണ് എന്ന്. അതിനെ വിജ്ഞാനമാക്കി അത് നിശ്ചയിച്ചുറപ്പിക്കുന്നത് ബുദ്ധിയാണ്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് ബുദ്ധിശക്തി വേണം, കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് പ്രാണ ഊർജം, അത് നമുക്കറിയാലോ. ആ ഇന്നലെ പറഞ്ഞില്ലേ, ആ പ്രാണചക്രകളിലെ പ്രാണ ഊർജം നിറയുമ്പോഴാണ് എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് രാജസിക അഹങ്കാരത്തിൽ നിന്ന് അങ്ങനെ ഇന്ദ്രിയങ്ങളും ഉണ്ടായി. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളുടെ കാര്യവും പറഞ്ഞു. ആന്തരിക സൂക്ഷ്മേന്ദ്രിയങ്ങളായ 4 എണ്ണം ഉണ്ടായി, അതിൽ നിന്നും 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായതായിട്ടും പറഞ്ഞു. ഇനി താമസിക അഹങ്കാരത്തിൽ നിന്ന് ആരാണുണ്ടായത് നമുക്കറിയാമല്ലേ, പഞ്ചഭൂതങ്ങൾ അല്ലേ? അതാണ് ഇനി പറയുന്നത്. ശ്ലോകം 32. താമസാത് ച വികുർബാനാത് ഭഗവദ്വീര ചോദിതാത് ശബ്ദമാത്രം അഭൂത് തസ്മാത് നഭഃ ശ്രോത്രം തു ശബ്ദകം. അതായത് താമസാച വികുർബാനാത് ഭഗവദ്വീര ചോദിതാത്, ഭഗവാന്റെ ശക്തിയാൽ ചോദിതാത് പ്രേരിപ്പിക്കപ്പെട്ടിട്ട് താമസിക അഹങ്കാരത്തിന് വികുർബാനാത് രൂപാന്തരം സംഭവിച്ചപ്പോൾ ശബ്ദം എന്ന തന്മാത്ര അഭൂത് ഉണ്ടായി. ഈ ശബ്ദ തന്മാത്ര തസ്മാത് എന്ന് വെച്ചാൽ ഈ ശബ്ദ തന്മാത്രയിൽ നിന്ന് നഭഃ ആകാശം എന്ന
പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ ആകാശവും ഉണ്ടായി. ശ്രോത്രം തു ശബ്ദകം. ഈ ആദ്യമായിട്ടുണ്ടായ ശബ്ദ തന്മാത്രയെ നമ്മൾ അറിയുന്നതിനുള്ള ഇന്ദ്രിയമാണ് ശ്രവണേന്ദ്രിയം, അതാണ് ശ്രോത്രം. അപ്പോൾ താമസിക അഹങ്കാരത്തിൽ നിന്ന് ആദ്യമുണ്ടായത് ശബ്ദ തന്മാത്രയാണ്. ആ ശബ്ദ തന്മാത്രയിൽ നിന്നാണ് ആകാശം, പഞ്ചഭൂതങ്ങളിലെ ആകാശം ഉണ്ടായത്. ഈ ശബ്ദ തന്മാത്രയെ അറിയാനായിട്ടുള്ളതാണ്, ഗ്രഹിക്കാനായിട്ട്, ശബ്ദത്തെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയമാണ് ശ്രവണേന്ദ്രിയം ഉണ്ടായതും. ഇനി ശബ്ദത്തിൻ്റെ ഇപ്പം ശബ്ദമുണ്ടായി, ആകാശമുണ്ടായി എന്ന് പറഞ്ഞില്ലേ, ഇന്ദ്രിയമേതാ? ശ്രവണേന്ദ്രിയവും ഉണ്ടായി. അപ്പോൾ ശബ്ദത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ശ്ലോകം 33 അർത്ഥ ആശ്രയത്വം ശബ്ദസ്യ ദ്രഷ്ടുലിംഗത്വമേവച തന്മാത്രത്വം ച നഭസഃ ലക്ഷണം കവയഃ വിദുഃ. അർത്ഥ ആശ്രയത്വം ശബ്ദസ്യ, ഒരു വസ്തുവിൻ്റെ അർത്ഥം, അതായത് അത് ഇന്നതാണ് എന്നുള്ളത് ശബ്ദസ്യ, ശബ്ദം കേട്ടിട്ട് ശബ്ദത്തിനെയാണ് ആശ്രയത്വം, ആശ്രയിക്കുന്നത് എന്ന്. അതായത് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടാൽ നമുക്കറിയാം അത് ഇന്നതാണെന്ന്. ഇപ്പോൾ ഒരു വണ്ടി പോണതോ, ഒരു എന്താ പറയുക, ഒരു പാത്രം വീഴുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വാതിലുമ്പോൾ തട്ടുന്നതോ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ആ വസ്തുവിൻ്റെ അർത്ഥം, അത് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു വസ്തു, ഒരു കാര്യം, അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശബ്ദത്തെയാണ് ഏറ്റവും അധികം ആശ്രയിക്കുന്നത്. ഇനി ദ്രഷ്ടു ലിംഗത്വം ഏവച, ഈ സംസാരിക്കുന്ന ആള് നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ സമീപത്തെത്തി, ലിംഗത്വം നമ്മുടെ സമീപത്തെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ശബ്ദത്തിലൂടെയാണ്. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ആ ആളെ നമുക്ക് അതുപോലെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അത് ഇന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, സംസാരിക്കുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ശബ്ദം കൊണ്ടാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ, ഏതൊരു വസ്തുവിനെയും അത് ഇന്ന വസ്തുവാണെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശബ്ദത്തെയാണ് ആശ്രയിക്കുക. പിന്നെ സംസാരിക്കുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തന്മാത്രത്വം ച നഭസഃ, മാത്രമല്ല ഇത്, ഈ ശബ്ദം എന്ന് പറയുന്നത് നഭസ, ആകാശത്തിൻ്റെ തന്മാത്രയും കൂടിയാണ്. ലക്ഷണം ഇതൊക്കെയാണ് ശബ്ദത്തിൻ്റെ ലക്ഷണമായിട്ട് കവയഃ വിദു, ജ്ഞാനികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും അർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് ശബ്ദത്തിൻ്റെ ലക്ഷണം. പിന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തി അതാരാണെന്ന് കാണുന്നില്ലെങ്കിൽ പോലും ശബ്ദം കേട്ടാൽ നമുക്ക് ആളുകളെയും വസ്തുക്കളെയും തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഈ ശബ്ദം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ തന്മാത്ര കൂടിയാണ്. ഇതൊക്കെയാണ് ശബ്ദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി ശ്ലോകം 34 ആകാശം. അപ്പം ശബ്ദ തന്മാത്രയിൽ നിന്നുണ്ടായ ശബ്ദത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. ഇനി ശബ്ദ തന്മാത്രയിൽ നിന്നുണ്ടായ ആകാശത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്ലോകം 34 ഭൂതാനാം ഛിദ്രദാതൃത്വം ബഹിഹി അന്തഃ ഏവച പ്രാണേന്ദ്രിയ ദിഷ്ണ്യത്വം നഭസഃ വൃത്തിലക്ഷണം. ഭൂതാനാം, സർവചരാചരങ്ങളുടെയും ഛിദ്രദാതൃത്വം എന്ന് വെച്ചാൽ, ഛിദ്രദാതൃത്വം എന്ന് വെച്ചാൽ വാസസ്ഥലമായിരിക്കുന്നത്, ബഹി പുറത്തും, അന്തരം അകത്തും, ഏവച അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർവചരാചരങ്ങളുടെയും വാസസ്ഥലം യഥാർത്ഥത്തിൽ നമ്മൾ പറയും ഭൂമിയാണെന്ന്, യഥാർത്ഥത്തിൽ ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചിട്ട് ആ ഒരു നീല നിറത്തിലും വെള്ള നിറത്തിലും കാണുന്നതിനെ നമ്മൾ ആകാശം എന്ന് പറയുന്നത് തെറ്റാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഈ ശൂന്യതയിലെ, ഇപ്പം എൻ്റെ മുന്നിൽ, നിങ്ങളെ മുന്നിൽ വരുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ മുകളിൽ കാണുന്ന നീലാകാശം എന്നൊരു സംഭവം ഇല്ല, അതൊരു മായ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ. കാരണം അതിന്മേ തൊടാനായിട്ട് പോയാൽ ഒരിക്കലും തൊടാൻ പറ്റില്ല, അത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. വെറുതെ ശരിക്കും വിശാലമായൊരു സ്പേസ് മാത്രമേ എല്ലായിടത്തും ഉള്ളൂ. ഇതാണ്, ഈ സ്പേസിനെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും എവിടെയാണ് നിൽക്കുന്നത്? ഈ ഭൂമി അടക്കം എല്ലാതും എവിടെയാണ് നിൽക്കുന്നത്? ആകാശത്തിലല്ലേ നിൽക്കുന്നത്. ആ സ്പേസിലാണ് എല്ലാം നിൽക്കുന്നത്. നമ്മളൊക്കെ ഈ സ്പേസിൽ, ഈ ഒരു ആകാശത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അല്ലാതെ ആകാശം എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്ന ഒരു നീല നിറത്തിലെ കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നതല്ല ആകാശം. ഈ ശൂന്യമായ സ്പേസാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതാന,
സർവ്വചരാചരങ്ങളുടെയും വാസസ്ഥാനം ശരിക്കും ഈ സ്പേസ് അല്ലേ? നമ്മളിപ്പോൾ ഈ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു ശൂന്യതയിലല്ലേ? അപ്പം എല്ലാവരുടെയും വാസസ്ഥാനമാണ്. അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉള്ളിലും അകത്തും പുറത്തും ഒക്കെ വ്യാപിച്ചു നിൽക്കുന്ന ഈ ശൂന്യമായ സ്പേസ്, ഇതാണ് ആകാശം. പിന്നെ പ്രാണ, ഇന്ദ്രിയ, ആത്മാ, പ്രാണന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഒക്കെ പ്രവർത്തന മണ്ഡലം, മേഖല എന്ന് പറയുന്നത് ആകാശമാണ്. അതായത് പ്രാണവായു അല്ലേ ഈ സ്പേസിലൂടെ പോകുന്നത്. പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത് ഒക്കെ ഈ ശൂന്യതയിൽ നിന്നിട്ടാണ്. അപ്പോൾ ആകാശത്തിൽ നിന്നാണ് ഇതെല്ലാത്തിൻ്റെയും പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ആകാശമാണ്. ഇനി ഇതൊക്കെയാണ് നഭസഹ വൃത്തി ലക്ഷണം, ആകാശത്തിൻ്റെ പ്രവൃത്തി ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ സർവചരാചരങ്ങളുടെയും വാസസ്ഥാനം എന്ന് പറയുന്ന ഈ ശൂന്യമായ സ്പേസ്, അത് അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ശൂന്യത, ഇതാണ് ആകാശം. പ്രാണവായുവും ഇന്ദ്രിയങ്ങളും മനസ്സിൻ്റെയും ഒക്കെൻ്റെയും പ്രവർത്തന മണ്ഡലം ഈ ആകാശമാകുന്ന സ്പേസാണ്. ഇതാണ് ആകാശത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദലക്ഷണം പറഞ്ഞു, ആകാശലക്ഷണം പറഞ്ഞു. ഇനി ഈ ആകാശത്തിൽ നിന്നും, അപ്പോൾ ശബ്ദമുണ്ടായി താമസിക അഹങ്കാരത്തിൽ നിന്നും, അതിൽ നിന്നും ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്ന് അടുത്തത് ആരാ ഉണ്ടായത്? സ്പർശ തന്മാത്ര അല്ലേ? ആദ്യ തന്മാത്ര ശബ്ദ തന്മാത്ര, പിന്നീട് വന്നത് സ്പർശം. അതാണ് 35 പറയുന്നത്. നഭസഹ ശബ്ദ തന്മാത്രാത് കാലഗത്യ വികുർവതഃ സ്പർശഃ അഭവത് തതഃ വായുഃ ത്വക്ക് സ്പർശസ്യ ച സംഗ്രഹ. നഭസഹ, ഈ ആകാശത്തിന് ശബ്ദതന്മാത്രയിൽ നിന്നും ഉണ്ടായത്. കാലഗത്യ വികുർവത, അതായത് ഭഗവാന്റെ കാലഗതി, കാലസ്വരൂപനായ ഭഗവാന്റെ പ്രേരണയാൽ വികുർവത, മാറ്റം സംഭവിച്ചിട്ട് ശബ്ദതന്മാത്രയിൽ നിന്നുണ്ടായ ആകാശത്തിൽ നിന്നും രൂപാന്തരം സംഭവിച്ച് സ്പർശ അഭവത്, സ്പർശം എന്ന തന്മാത്ര അഭവത് ഉണ്ടായി. തതഃ, ഈ സ്പർശം എന്ന തന്മാത്രയിൽ നിന്നും വായുവും എന്ന പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തെ വായുവും ഉണ്ടായി. ത്വക്ക് എന്ന ഇന്ദ്രിയത്തിലൂടെയാണ് സ്പർശസ്യ ച സംഗ്രഹ, ഈ സ്പർശം എന്ന തന്മാത്രയെ, സ്പർശത്തെ നമ്മൾ ഗ്രഹിക്കുന്നത്, അറിയുന്നത് ത്വക്ക് എന്ന ഇന്ദ്രിയത്തിലൂടെയാണ്. ഇതൊക്കെ നമുക്കറിയാലോ, അതിലൂടെയാണ് പറയുന്നത്. ഇനി ശ്ലോകം 36, മൃദുത്വം. അപ്പം ഇനി നമ്മൾ പറയുന്നത് എന്താ? ആകാശത്തിൻ്റെ തന്മാത്രയിൽ നിന്നും സ്പർശ തന്മാത്രയുണ്ടായി, അതിൽ നിന്നും വായുവും ഉണ്ടായി, സ്പർശത്തെ അറിയുന്ന ത്വക്ക് എന്ന ഇന്ദ്രിയവും വന്നു. ഇനി നമ്മൾ സ്പർശത്തിൻ്റെ ലക്ഷണങ്ങൾ, അത് കഴിഞ്ഞാൽ വായുവിൻ്റെ ലക്ഷണങ്ങളും പറയും. 36 സ്പർശത്തിൻ്റെ ലക്ഷണങ്ങൾ. മൃദുത്വം, കഠിനത്വം ച ചൈത്യം, ഉഷ്ണത്വം ഏവച ഏതത് സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വതഃ. മൃദുത്വം അല്ലേ, നല്ല മാർദ്ദവം. കഠിനത്വം, നല്ല എന്താ പറയുക, കടുപ്പം, കാഠിന്യം. ശൈത്യം, തണുപ്പ്. ഉഷ്ണത്വം, ചൂട്. ഇവയെല്ലാം ഏവച ഏതത്, ഇവയെല്ലാം സ്പർശസ്യ, സ്പർശത്തിൻ്റെ സ്പർശത്വം ലക്ഷണമാണ്. തന്മാത്രത്വം നഭസ്വതഃ, തന്മാത്രത്വം എന്ന് വെച്ചാൽ തന്മാത്രയായ. നഭസ്വതഃ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വായുവിൻ്റെ തന്മാത്രയായിട്ടുള്ള സ്പർശത്തിൻ്റെ ലക്ഷണമാണ്. എന്തൊക്കെ? ആ സ്പർശത്തിലൂടെ മൃദുത്വം അറിയാം, മാർദ്ദവം അറിയാം, കാഠിന്യം അറിയാം, തണുപ്പറിയാം, ചൂടറിയാം. ഇതൊക്കെ സ്പർശ തന്മാത്രയുടെ ലക്ഷണമാണ്. ഇത് വായുവിൻ്റെ തന്മാത്രയാണ്. ഇതാണ് സ്പർശത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി വായുവിൻ്റെ, സ്പർശ തന്മാത്രയിൽ നിന്നുണ്ടായ വായുവിൻ്റെ ലക്ഷണങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം, ദ്രവ്യശബ്ദയഃ, സർവേന്ദ്രിയാണാം ആത്മത്വം, വായോः കർമ്മ അഭിലക്ഷണം. ചാലനം എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ ചലിപ്പിക്കുന്നത് വായുവാണ്. അപ്പോൾ വായുവിൻ്റെ ലക്ഷണം കാറ്റടിക്കുമ്പോഴാണ് നീങ്ങുന്നത്, ചലനം ഉണ്ടാകുന്നത്. എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് വായുവാണ്. വ്യൂഹനം എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളെയും ഒന്നിപ്പിക്കുന്നത് വായുവാണെന്ന്. വ്യൂഹനം എന്ന് വെച്ചാൽ ഈ കാറ്റടിക്കുമ്പോൾ കനം കുറഞ്ഞ വസ്തുക്കളൊക്കെ ഇങ്ങനെ കാറ്റിൽ നീങ്ങി ഇങ്ങനെ ഒന്നിക്കും. എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ ഒന്നിപ്പിക്കുന്നത് വായുവാണ്. പ്രാപ്തിഹി, അടുപ്പിക്കുന്നതും വായുവാണെന്ന്. ഒന്നിൽ നിന്നും ഒന്നിനെ അടുപ്പിക്കുന്നതും വായുവാണ്. അതാണ് പ്രാപ്തിഹി എന്ന് പറയുന്നത്. അപ്പോൾ വായുവിൻ്റെ കാറ്റടിക്കുന്നതിലൂടെ സംയോഗം നടക്കുന്ന പല സസ്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ അടുപ്പിക്കുന്നത്, ഒന്നിൽ നിന്നും ഒന്നിനെ അടുപ്പിക്കുന്നത് വായുവാണ്.
ഇനി നേതൃത്വം ദ്രവ്യശബ്ദയ, അതായത് ശബ്ദത്തെ വഹിച്ചു കൊണ്ടുപോകുന്നതും ഈ വായുവാണെന്ന്. മണം, ശബ്ദം, ഇതിനെ രണ്ടിനെയും ഗന്ധത്തെയും ശബ്ദത്തെയും വഹിച്ചു കൊണ്ടുപോകുന്നതും, അതാണ് നേതൃത്വം വഹിക്കുന്നതും വായുവാണ്. പിന്നെ സർവ ഇന്ദ്രിയാണാം ആത്മത്വം, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കാൻ വായു വേണം. ആ വായുവിനെയാണ് നമ്മൾ പ്രാണവായു എന്ന് വിളിക്കുന്നത് അല്ലേ. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പ്രാണവായു വേണം. വായഹ കർമ്മ അഭിലക്ഷണം, ഇവയെല്ലാമാണ് വായുവിൻ്റെ പ്രവൃത്തി ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളെയും ചലിപ്പിക്കുന്നു, എല്ലാ വസ്തുക്കളെയും ഒരുമിപ്പിക്കുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ അടുപ്പിക്കുന്നു, ശബ്ദത്തെയും ഗന്ധത്തെയും ഒക്കെ വഹിച്ചു കൊണ്ടുപോകുന്നതും വായുവാണ്. സകല ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിക്കാൻ പ്രാണവായു ആവശ്യമാണ്. ഇതൊക്കെയാണ് വായുവിൻ്റെ ലക്ഷണങ്ങളായിട്ട്, പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത് വന്ന വായുവിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്. മതിയില്ലേ? ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ